മനുഷ്യരോട് ചോദിച്ചു ആഘോഷമായ കുർബാന നടന്നു പോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആഘോഷമായ പാട്ടുകുർബാന നടന്നു പോയെന്ന് പറഞ്ഞു. എന്നാൽ ഇനി അനങ്ങണ്ടെന്ന് പറഞ്ഞു. അമ്പലത്തിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലാണെന്നും പറഞ്ഞാണ് പരാതി പോയത്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാട് വീട്ടിലാണ്. ഇതിൻ്റെ ഉടമസ്ഥനും ഗൃഹനാഥനുമായ പുതിയകുന്നൻ കുഞ്ഞേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എത്ര വയസ്സുണ്ട് യാചന? വയസ്സ് അധികമൊന്നുമില്ല, 96 96 അപ്പം 100 കഴിഞ്ഞെന്നാണല്ലോ ഇവിടെ വന്നപ്പോൾ പറഞ്ഞേ. 100 കഴിഞ്ഞെന്നാണല്ലോ പറയുന്നേ. 100 കഴിഞ്ഞെന്ന് കൃത്യമായി അറിയാൻ പാടില്ല. ചുരുക്കം പിള്ളേരുടെ അഭിപ്രായത്തിലതാ. ഈ കാണുന്ന വീട് ഉണ്ടാക്കിയിട്ട് എത്ര വർഷമായി? ഈ വീടുണ്ടാക്കിയിട്ട് ഒരു 100 വർഷത്തിൽ. അതായത് ഈ ഭാഗം പണിത് അപ്പം പണിത ഞാൻ ഓർമ്മിക്കുന്നില്ല. പിന്നെ അതേ അങ്ങേ അറ്റം പണിത് ഞാനിവിടെ കൂടി പണിതാണ്. അതെ അല്ലേ? അപ്പോൾ ഇതിനൊരു 100 വർഷത്തെ പഴക്കത്തിൽ ഉണ്ട്. ഇത് എന്നാ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് മുഴുവൻ ഈ ആനിയും പ്ലാവൊന്നുമല്ല, ഈ പഴയ വേങ്ങ, ഇരുമ്പൂള്, വെള്ളിലാവ് ഇങ്ങനെയുള്ള കാട്ടുമരങ്ങളാണ്. ഈ മുകളിൽ ഇഷ്ടം പോലെ കാട്ടുമരങ്ങളുണ്ടായിരുന്നേ. അത് കയ്യാലിക്കത്തുകാരെ അത് പറയുന്നു. അത് സൂപ്രണ്ടിന് ചില കുടിക്കാനൊക്കെ മേടിച്ച് കൊടുത്താൽ ഇഷ്ടം പോലെ നമുക്ക് വെട്ടിയെടുക്കാം. വിലയൊന്നും കൊടുക്കാതെ കിട്ടുമായിരുന്നു. വിലയൊന്നും കൊടുക്കാതെ കിട്ടുമായിരുന്നു. വിലയൊന്നും കൊടുക്കാതെ കിട്ടുമായിരുന്നു. അന്ന് ഈ തടിയൊക്കെ അറക്കാൻ വേണ്ടി പ്രത്യേക ആൾക്കാരുണ്ടായിരുന്നോ? പ്രത്യേക ആൾക്കാരുണ്ടായിരുന്നു. അറപ്പുകാരെന്ന് പറയുന്നത്. അറപ്പുകാരെന്ന് പറയുന്നത് ഈ കിഴക്കമ്പലംകാര്, അറപ്പക്കാര് ഇവിടെ വന്ന് കിടന്ന് അറുത്തോളും. ഈ മെഷീനിൽ ഇറക്കിയൊന്നുമില്ല. ഈ തടിയെ കയറ്റി വെച്ചിട്ട് വാള തന്നെ തടി ഇങ്ങനെ കാവാലം എന്ന് പറയും. കാവാലം അത് കയറ്റി വെച്ചിട്ട് വാളുകൊണ്ട് മുകളിലും താഴെ ആള് നിൽക്കും. അങ്ങനെയാണ് ഇത് മുഴുവൻ അർത്ഥം അല്ലേ? അങ്ങനെ മുഴുവൻ അർത്ഥം. അങ്ങനെ അർത്ഥം. അപ്പൊ അവർക്ക് അന്ന് പൈസ വല്ലതും കൊടുക്കുമായിരുന്നോ, അല്ലെങ്കിൽ ചെലവോ? അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം. 1 കണ്ടി തടിക്ക് ഇത്ര രൂപ എന്നാണ് അളവിനാ വില. അതെ അല്ലേ? അത് ഈ പട്ടിയൊക്കെ ഇറക്കാൻ കൂലി കൂടും. കൂടുതൽ പണിയുണ്ടല്ലോ അല്ലേ? ചെറുതായിട്ട് കട്ടി ഒരു പടി ഇറക്കാൻ റേറ്റ് കുറയും. അപ്പോൾ 1 കണ്ടി തടി ഇറക്കുന്നതിന് ഇത്ര രൂപ എന്നാണ് കൂലി. അത് ഈ കിഴക്കമ്പലംകാരാണ് ഇവിടെ വന്ന് കിടന്ന് പണിയിച്ചത്. കിഴക്കമ്പലം ഒന്നാം ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളിന് ഇവിടെ പോന്ന് കിടന്ന്. ഇതെല്ലാം നല്ല കാതലായ തടികളല്ലേ? അതെ. ഇതൊക്കെ ഇരുമ്പോളാണ്. ഇതൊക്കെ ഈ തൂണല്ല ഇരുമ്പോള അല്ലേ? എല്ലാ തൂണുകളും ഇരുമ്പോള്. ആനിയും പ്ലാവൊന്നുമില്ല. ഇല്ല. ഈ ആനിയും പ്ലാവും ഒക്കെ ആണെങ്കിൽ അതിനേക്കാൾ നല്ല വിലയുള്ള തടികളാണ് ഇത്, ഇരുമ്പോളൊക്കെ. അല്ല, അന്ന് ആനിയും പ്ലാവും കിട്ടാനില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാട്ടുതടികൾ വെച്ച് ചെയ്തത്. അത് തേക്കും പ്രാബല്യത്തിലില്ലെന്ന്. ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ഇതുപോലുള്ള വീടുകൾ വളരെ കുറവല്ലായിരുന്നോ? ഇതുപോലുള്ള വീടുകൾ കുറവാണ്. ഈ അറയം നിരയുള്ളതാണോ ഈ വീട്? അറയം നിരയായിരുന്നു. അത് പൊളിച്ചു കളഞ്ഞോ? അത് പൊളിച്ചു. നെൽകൃഷി ഇല്ലാതെ വന്നാൽ പിന്നെ അറയുടെ ആവശ്യമില്ലല്ലോ. അറയം നിരയുടെ ആവശ്യമില്ല. നെല്ലൊന്നും സൂക്ഷിക്കണ്ടാണല്ലോ അല്ലേ? പിന്നെ കപ്പ സൂക്ഷിക്കുന്ന നിര എവിടെയായിരുന്നു? മച്ചിന്റെ മുകളിൽ. ഇത് ഇതിന് മുകളിൽ സൂക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ടോ? മച്ചിപ്പുറത്ത് സൗകര്യമായിരുന്നു. അത് ഈ കെട്ടുമ്പറത്തിന് മേപ്പുറം ഓലയാണ് കെട്ടിക്കുന്നത്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടായാൽ ഈ വർഷമായി കഴിയുമ്പോൾ കപ്പ പൂത്തു പോകും. അപ്പോൾ കപ്പ പൂത്തു പോകാതിരിക്കാൻ വേണ്ടി ഈ കെട്ടുമ്പറ ഉത്തരത്തിന് മേപ്പുറം ഓല കെട്ടും. കുഞ്ഞാളിന് ഏകദേശം ഓർമ്മയുണ്ടോ പഴയ നമ്മുടെ കുറിഞ്ഞിപ്പള്ളിയുടെ പണി കാര്യങ്ങൾ? കുറിഞ്ഞിപ്പള്ളിയുടെ പണിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുള്ളിനാല പ്രാഞ്ചേട്ടന്, ഞാൻ, തൂട്ടക്ക ജോസഫ് ചേട്ടന്, ഞങ്ങളെ സൺഡേ സ്കൂൾ അധ്യാപകന്മാരാണ് ഈ കുറിഞ്ഞിപ്പള്ളിയുടെ ആരംഭം. അതായത് അന്ന് പ്ലാത്തോട്ടത്ത് ചാക്കോച്ചതിലെ ഈ തോമസ് കോളേജിൻ്റെ ബിജുവിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു, മാമ്പഴ കുര്യാക്കോസിന്. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ ഭാഗത്തുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു കോളേജല്ല ആവശ്യം, ഒരു പള്ളിയാണ് ആവശ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനെപ്പറ്റി സ്ഥലം അന്വേഷിക്കാൻ പറഞ്ഞു. ഞായറാഴ്ച സൺഡേ സ്കൂളിൽ വന്ന് രാജുവൊക്കെ വടക്കമ്പ സൺഡേ സ്കൂളല്ലേ അന്ന് ആരാ ഹെഡ് മാസ്റ്റർ? അന്ന് ഹെഡ് മാസ്റ്റർ നമ്മുടെ കാലിമലാത്തെ സാറല്ലേ, അവിടെ ഒരു
ആലിനൊരിക്കൽ ആലിനൊല്ലിക്കായിരിക്കും അങ്ങനെ എന്തുവാ. അത് കഴിഞ്ഞ് അപറാഞ്ചാട്ടൊക്കെ പിന്നെ അവറാഞ്ചാന്റെ കാലം ഓർക്കുന്നുണ്ടോ? ആ. അങ്ങനെ ഞങ്ങളാണ് ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് ഇറങ്ങുന്നത്, ഈ സൺഡേ സ്കൂൾ അധ്യാപകന്മാർ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് അവസാനം രാമപുരം വികാരിച്ചൻ പറഞ്ഞു ഞങ്ങളൊരു സ്ഥലം അന്വേഷിക്കാൻ പറഞ്ഞു. അത് രാമപുരത്ത് ഞാവള്ളി ചാണ്ടീതനാണ് അന്ന് അവിടെ വികാരിയായിട്ടിരിക്കുന്നത് രാമപുരത്ത്. ഞങ്ങളെ സ്ഥലം അന്വേഷിച്ചു, പല സ്ഥലം അന്വേഷിച്ചു. അവസാനമാണ് ഈ പറയുന്ന ഇപ്പം പള്ളി ഇരിക്കുന്ന സ്ഥലം. ഈ സ്ഥലം കുമ്പളത്ത് വൈദ്യനല്ലേ, നമ്മളെ കുമ്പളത്ത് വൈദ്യനും പൊന്നക്കോട്ട് കുഞ്ഞേപ്പിയേട്ടനും കൂടെ കുഴികണ്ടത്തിൽ പത്മനാഭൻ നായരോട് ഒറ്റി വാങ്ങിച്ച് ഇവർ ഇഞ്ചി കൃഷിയും കപ്പ കൃഷിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്ത്. കുഞ്ഞേപ്പിയേട്ടൻ അതിനകത്ത്, നീ അറിയാലോ കുഞ്ഞേപ്പിയേട്ടൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഷെഡ് കെട്ടി അവിടെ, പ്ലാത്തോട്ടത്ത് ചാക്കോച്ചാണ് അതിൻ്റെ മുഖ്യമാണ്. ഷെഡ് കെട്ടിയത് സൺഡേ സ്കൂളിലൊന്നും പറഞ്ഞാണ് ഷെഡ് കെട്ടിയത്. ഷെഡ് എല്ലാവരും കൂടെ കൂടി കെട്ടി കഴിഞ്ഞ ഒരു ദിവസം ഒരു ശനിയാഴ്ച ചാക്കോച്ചൻ പറഞ്ഞു നമുക്ക് നാളെ ഇവിടെ കുർബാനയുള്ളതെന്ന് പറഞ്ഞു. പ്ലാത്തോട്ടത്ത് ചാക്കോച്ചൻ ഞങ്ങളങ്ങനെ നിങ്ങളെല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞ് വട്ടവയിൽ പള്ളിക്കൂടി ചെന്ന് ചേങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് 1-ാം മണിയും 2-ാം മണിയും അടിക്കുമ്പോഴാണ് പരിസരവാദികൾ അറിയുന്നത് ഇവിടെ. ഇത് ഒരു ഞായറാഴ്ച അല്ലേ, ഞായറാഴ്ച അപ്പം തന്നെ ഞാൻ പറഞ്ഞ അരിയപ്പറ്റാവ് പോകുന്നില്ല, കുഴിവെള്ളാച്ചൻ കോടതി പോയി. അപ്പം വക്കീൽ അപ്പം ഞായറാഴ്ച ഒഴിവല്ലേ, അത് തിങ്കളാഴ്ചയാണ്ട് ഒഴിവായിരുന്നു, ചൊവ്വാഴ്ചയാണ് ചെല്ലത്. ഉടനെ മനുഷ്യനായിട്ട് ചോദിച്ചു ആഘോഷമായ കുർബാന നടന്നു പോയെന്ന് ചോദിച്ചു. അപ്പം അതിന് ആഘോഷമായ പാട്ടുകുർബാന നടന്നു പോയെന്ന് പറഞ്ഞു. എന്നാൽ ഇനി അനങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പള്ളി ആരംഭിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഷെഡ് കെട്ടി കഴിഞ്ഞാണ് ഈ ഒരു ദിവസം ഈ കുഞ്ഞേപ്പേട്ടൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൻ്റെ ഒരു മുറിയിലാണ് കുർബാന. അങ്ങനെ പിന്നെ കുഞ്ഞേപ്പേട്ടൻ അവിടെ നിന്ന് മാറി ഈ പള്ളി വഴി തുടങ്ങിയത്. ഏറ്റവും ചുരുക്കം പറഞ്ഞാൽ എൻ്റെ അപ്പം തൊടാത്ത ഒരു കരിങ്കല്ല് കുഞ്ഞപ്പള്ളിയുടെ വിദ്യയിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പനെ പള്ളിപ്പണിക്ക് ചുമതലപ്പെടുത്തി ചാക്കോച്ചന് കണക്കെഴുതാനായിട്ട് ആദ്യമേ എന്നെ ജയിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഉപ്പാക്ക ചാക്കോച്ചന് കണക്കിനാക്കി. അങ്ങനെയാണ് കുറിഞ്ഞിപ്പള്ളി ആരംഭിക്കുന്നത്. അതിൻ്റെ തലേ കൊല്ലം രാമപുരത്ത് പള്ളി എന്നൊരു 40-ാം വെള്ളിയാഴ്ച ഈ കോമൻ മുകളിൽ കുരിശ് പഠിച്ചിട്ടുണ്ട്, അറിയാമോ? ആ കുരിശ് കൊണ്ട് വന്ന് മലമുകളിൽ സ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ വേണ്ടി ചാണ്ടിച്ചൻ പ്രവചിച്ചു ഈ പരിസരത്ത് ഒരു ദേവാലയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അന്ന് തന്നെ ഒരു കൊല്ലം മുമ്പ് അങ്ങനെ പ്രവചിച്ചതാണ്. അത് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ താഴെ ഷെഡ് കെട്ടി പള്ളിയായി. അങ്ങനെയാണ് ഈ കുറിഞ്ഞി പള്ളിയുടെ ആരംഭം. അറിയാവുന്നവർ അധികം പേരുണ്ടോയെന്ന് എനിക്ക് തോന്നിയില്ല. ഇതൊക്കെ പുതിയ അറിവാ. ഇതൊക്കെ പുതിയ അറിവാ നമ്മളെയൊക്കെ സംബന്ധിച്ച്. ഇതിനിടയ്ക്ക് എൻ്റെ പറഞ്ഞാൽ ഒത്തിരി കേസും കവറൊക്കെ ഉണ്ടായി. പള്ളിയുടെ താഴെ കിടക്കുന്നത് 3 ഏക്കർ നിലമാണ്. ആ നിലം പകുതി രാമപുരം പള്ളിയിൽ നിന്ന് സംഭാവനയായിട്ട് തന്നു. പോയിട്ട് പകുതി 3 വീട്ടുകാർ കൂടി എൻ്റെ അപ്പനും ഈ വടക്കേ പരക്ക് ഒഴിഞ്ഞാലൊക്കെ പോയ ചാണ്ടി സാറിൻ്റെ അപ്പനും ഓരേക്കാട്ടി ഉപ്പാക്ക ചാക്കോച്ചന് ഇത്രയും പേര് കൂടി പകുതിക്ക് വില കൊടുത്തു. ഇതിൻ്റെ ആ പകുതി ഈ കെട്ടുതെങ്ങും റബ്ബർ പിരിവൊക്കെ പിരിവ് വെച്ച് പൈസ ഉണ്ടാക്കി കൊടുത്ത് 1 വർഷത്തേക്ക് വില ഒഴിപ്പിച്ചു. അങ്ങനെയാണ് ഈ പള്ളി മുഴുവൻ പള്ളിക്കായത് സ്ഥലമായതല്ലേ. എന്നിട്ട് ഞാനത് പറഞ്ഞ അധികം മാളികലത്തിന് ഇതൊന്ന് വിൽക്കണം, വിൽക്കണമെന്ന് പറഞ്ഞു. ഈ സ്ഥലമാണ് ഈ നിലം വിൽക്കണമെന്ന് അങ്ങനെ ഒരു പ്ലാനുണ്ട്. ഏതാനും യോഗക്കാരും ഇങ്ങനെ കൂടി വിചാരിച്ചിൻ്റെ കൂട്ടത്തിൽ. അപ്പം അവർ യോഗദശയും പാസ്സാക്കി നിലം വിൽക്കണമെന്ന്. അപ്പോൾ അതിന് തലേ കൊല്ലത്തെ ഒരു യോഗദശയുണ്ട്. ആ യോഗത്തിൽ ഞാൻ മെമ്പറാണ്.
ആദായകരവും സൗകര്യപ്രദവുമായ സ്ഥലം കിട്ടുകയാണെങ്കിൽ പള്ളി നിലം വിൽക്കാവുന്നൊരു യോഗനിശ്ചയമുണ്ട്. ആ യോഗനിശ്ചയത്തെ ഇവർ വളച്ചൊടിച്ചു. എങ്ങനെയാണ്? നിലം വിറ്റ് പണം ബാങ്കിലിടുകയും സൗകര്യപ്രദമായ സ്ഥലം കിട്ടുമ്പോൾ മേടിക്കുകയും ചെയ്യാവുന്നത്. സൗകര്യപ്രദമായ സ്ഥലം വരുമ്പോൾ നിലം വിൽക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് നിലം വിറ്റ് പണം ബാങ്കിലിടണമെന്ന് ഞങ്ങളതിനെ എതിർത്തു. ഞങ്ങൾ 11 പേര് എതിർത്തു യോഗനിശ്ചയത്തിൽ. 11 പേരുടെ പേര് കേസ് കൊടുത്തു. അച്ഛന് അരമന കേസ് കൊടുത്തു, പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തു. അരമന വിളിച്ച് ഞങ്ങൾ 11 പേരെ വിളിച്ചു. അതിലാരും തന്നെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോയെന്ന് എനിക്ക് തോന്നിയില്ല. ചെമ്പിളിക്കാട് ബേബി, ഉപ്പാക്ക വക്കച്ചന്, ഉരുന്നാൽക്കമ്പത്തൊക്കെ ചാണ്ടി, പുതിയ സ്റ്റാൻഡിൽ ഞങ്ങളെ വിളിപ്പിച്ച അരമനയിൽ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് അരമന കോടതി കൂടി ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ പേരിലുള്ള കുറ്റങ്ങളെല്ലാം അന്ന് മറ്റമാണ്. ഇവിടെ വികാരിയറിനാണ് മറ്റം, വികാരിയറിനാണ്. അപ്പം നിങ്ങൾ പിന്നെ മറ്റത്തിലെന്താ ഇതാണ് ഞങ്ങൾ ചോദിച്ചത്, നിങ്ങൾ തെറ്റ് ചെയ്തോ ഇല്ലയോ? യെസ് ഓർ നോ അച്ഛൻ ഞങ്ങളോട് ചോദിച്ചതാണ്. അപ്പോൾ ഉപ്പാക്ക വക്കച്ചൻ പറഞ്ഞു ഞങ്ങൾ തെറ്റ് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ബോധ്യമില്ലെന്ന് പറഞ്ഞു. ബൈബിളെ കൈവിട്ട് കൊത്തി ഇങ്ങനെ ഒരു 10 മിനിറ്റ് നേരം പിതാവ് വരുന്നത് പള്ളിക്കാപ്പറമ്പിൽ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പേരിലുള്ള ശിക്ഷണ നടപടി പള്ളിയിൽ വായിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ പേരിലുള്ള ശിക്ഷണ നടപടി നോക്കിയിരിക്കുക. ഞങ്ങൾ മാറോ മാറോന്നല്ല ചെല്ലുള്ളൂ. ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകും. ഒരു മാറോനൊന്നും വരുന്നില്ല. അച്ഛൻ്റെ പശുവിൻ്റെ കയറ് ചെത്തി അമ്മീക്കൻ്റെ അടുത്ത് കയറ്റിലിട്ടു. ഇതൊക്കെയാണ് ഞങ്ങളുടെ പേരുള്ള ചാർജ്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞങ്ങളെ. അപ്പം ബേബിക്കൊന്ന് ഒരു ജീപ്പുണ്ടായിരുന്നു, ചെമ്പിളിക്കാട്ട് ബേബി. അടുത്തുനിന്ന് ഒരു മുസ്ലിമായിരുന്നു. അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ പറഞ്ഞു, നമ്മുടെ മേലധികാരികൾ പറയുന്നത് കുറച്ചൊക്കെ നമ്മൾ അനുസരിക്കണ്ടേ. ഇത് പറഞ്ഞു സാറേ, ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടുള്ളതല്ല. ഞങ്ങളോട്ട് പശുവിൻ്റെ കയറും ചെത്തിയിട്ടില്ല, അച്ഛൻ്റെ അമ്മയ്ക്കൊരു അടുത്ത് കയറ്റി വിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.